കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇപ്പോഴാ കേരളത്തിലെ 10 ആരോഗ്യ സ്ഥാപനങ്ങൾ കൂടി നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ദേശീയ അംഗീകാരം ലഭിച്ച ഏഴംകുളത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പരിശോധിക്കാം ഇവിടുത്തെ സംവിധാനങ്ങളും ഈ അംഗീകാരം ലഭിച്ചത് എങ്ങനെയെന്നും. 96.8% പോയിന്റോടുകൂടിയാണ് NQS അംഗീകാരം ഏഴംകുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇത് ശരിയാണോ? അല്ലെങ്കിൽ ഇതിനെ വിലയിരുത്തേണ്ടത് ഒരു കാര്യം, ഈ പല പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു അംഗീകാരം ലഭിക്കുന്നതെങ്കിൽ പോലും രോഗികളുടെ ഒരു പ്രതികരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അല്ലെങ്കിൽ ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്ന ആളുകളുടെ ഒരു പ്രതികരണം ആദ്യം ചോദിക്കാം. എങ്ങനെയുണ്ട് ഈ ആശുപത്രിയുടെ ഒരു നിലവാരമൊക്കെ? നല്ല നിലവാരമാണ്. ഞാനിപ്പോൾ എൻ്റെ ഫാദറിന് വേണ്ടിയിട്ടാണ് വന്നത്. പുള്ളി ഒരു ഡയാലിസിസ് പേഷ്യൻ്റാണ്. അപ്പം എല്ലാ മന്തിലും ഞങ്ങൾക്ക് ഡയാലിസിസ് ട്യൂബ് മെഡിസിൻസ് എല്ലാം ഇവിടെ നിന്ന് ലഭിക്കാറുണ്ട്. മറ്റ് ചികിത്സയ്ക്കൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു? ഉണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ ഫുൾ ഇവിടെയാണ് എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ സ്റ്റാഫായാലും ഡോക്ടേഴ്സിൻ്റെ ആയാലും ബിഹേവിയർ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അടുത്തുള്ളവരോട് ചോദിക്കാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ചികിത്സയൊക്കെ? കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ. ആണോ? ഇവിടെ അടുത്ത് തന്നെ എല്ലാ ലാബ് സൗകര്യമുണ്ട്. ഡോക്ടർമാരൊന്നും കുഴപ്പമില്ല, 2 ഡോക്ടർമാരുണ്ട്. ബാക്കി കുഴപ്പമില്ല, ലാബൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും ഇവിടെ മരുന്നിന് വേണ്ടി ആശ്രയിക്കുന്നത്. തൊട്ടടുത്തൊരു ചേച്ചിയോടുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് ഈ ആശുപത്രി? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കുഴപ്പമില്ല, നമ്മൾ വർഷം കൊണ്ട് ഇവിടെ വരുന്നതാണ്. പിന്നെ ഡോക്ടർമാരൊക്കെ നല്ല സഹകരണവും കാര്യങ്ങളും ഒക്കെ, നമുക്ക് മെഡിസിനൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാം നല്ല ഇതായിട്ടാണ്. ചികിത്സയ്ക്കായി എത്തിയ ആളുകളെല്ലാം നല്ല അഭിപ്രായമാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ പറ്റി പറയുന്നത്. ഇപ്പോൾ ഡോക്ടറോട് ചേരുന്നുണ്ട് ഇവിടുത്തെ ഡോക്ടർ ഖലീൽ, അല്ലേ? ഡോക്ടറെ, ഇവിടെ എത്തിയവരൊക്കെ നല്ല ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഈ അഭിപ്രായം പറയാൻ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്തൊക്കെ സൗകര്യങ്ങളൊക്കെയാണ്? സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്ത് സെൻ്റർ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിനോട് കിടപിടിക്കുന്ന പോലത്തെ ഉള്ള സൗകര്യങ്ങളും അതിന് വേണ്ട സർവീസുകളുമാണ് നമ്മൾ കൊടുക്കുന്നത്. അറ്റ് എ ടൈം നമ്മളിവിടെ 3 ഡോക്ടേഴ്സ് ഉണ്ടാവാറുണ്ട്. വരുന്ന രോഗിയൊക്കെ അധികം ക്യൂ നിൽക്കാതെ തന്നെ നമ്മൾ ചികിത്സയും വേണ്ട സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫെസിലിറ്റികളുണ്ട്, അത്യാവശ്യം വേണ്ട ഫെസിലിറ്റികളുണ്ട്, ഇൻക്ലൂഡിങ് എമർജൻസി സം കൈൻഡ് ഓഫ് എമർജൻസി മാനേജ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മളിവിടെ കയറുമ്പോൾ തന്നെ ഒബ്സർവേഷൻ റൂം പ്ലസ് എന്തെങ്കിലും പേഷ്യൻ്റ് സിക്കായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ കിടത്തി ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും മാനേജ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അതിനുശേഷം നമ്മളിത് നമ്മുടെ OP 2 OP അറ്റ് എ ടൈം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കാര്യം നോക്കിയത് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ? കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, EMR ബേസ്ഡ് ആണ്. ഇപ്പോൾ ഇ-ഹെൽത്ത് വഴിയാണ്, പഴയ പേപ്പർ വർക്കൊന്നുമില്ല. നമുക്കെല്ലാം നമ്മളിപ്പം ഇവിടെ എൻ്റർ ചെയ്യുന്ന ഡേറ്റാസ് നമുക്ക് താലൂക്ക് ഹോസ്പിറ്റൽ തൊട്ടുള്ള ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അതർ FHCയിൽ നമുക്ക് കാണാൻ പറ്റും. ഓൾ കേരള ഇപ്പം ഇ-ഹെൽത്തിലോട്ടാണ് മാറിയിരിക്കുന്നത്. പേപ്പർ വർക്ക് ഇല്ല ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ അറിയോ, ചെറുപ്രായത്തിലൊക്കെ ഞാനും ഈ സർക്കാർ ആശുപത്രി പോയിട്ടുണ്ട്. ചിന്തിക്കാൻ പറ്റുന്നില്ല ഇപ്പം. കാരണം അന്നൊക്കെ നമ്മൾ പോകുമ്പം ഏതെങ്കിലും ചീട്ടും മേടിച്ച് വെക്കും, ഡോക്ടർ ഉറക്കെ പേര് വിളിക്കുക, ചിലർക്ക് ക്യൂ അടിയും പിടിയൊക്കെ ഉണ്ടോ, എനിക്ക് ആദ്യം കയറണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ടോക്കൺ സിസ്റ്റം കമ്പ്യൂട്ടേഴ്സിലേക്ക് വന്നു. കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നമുക്ക് പഴയ ഡേറ്റാസ് എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ NCD ക്ലിനിക് ഉണ്ട്, പ്രമേഹ രോഗികളുടെ ജീവിതശൈലി NCD ക്ലിനിക്കും ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് NCD ക്ലിനിക്കും ഉണ്ട്. അപ്പോൾ ഒരു രോഗിയുടെ ഒരു വർഷത്തെ ഡേറ്റയൊക്കെ അവൈലബിൾ ആണോ? അവൈലബിൾ ആണ്, ഡേറ്റ അവൈലബിൾ ആണ്, ബാക്കപ്പും ഉണ്ട്. നമുക്ക് മാത്രമല്ല, നമുക്ക് ഇവിടെ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് വേറെ സെൻറ്ററിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് ലാബ് റിപ്പോർട്ട്സ് അവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടുന്ന് റെഫർ ചെയ്ത് താലൂക്ക് ആശുപത്രിയിലൊക്കെ പോയി ചെയ്യാത്ത പേഷ്യൻസ് ആണെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടെല്ലാം നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. കേരള ഹെൽത്ത് സർവീസിൽ ചെയ്തിട്ടുള്ളതാണെങ്കിൽ മറ്റു സ്ഥലത്തും എടുക്കാൻ പറ്റും. പിന്നെ റെഫറൽ നമുക്ക് ഓൺലൈൻ റെഫറലാണ്. ഇവിടുന്ന് റെഫറൽ നോട്ട് ഇട്ടിട്ട് റീസൺ ഫോർ റെഫറലൊക്കെ നമ്മൾ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പോവേണ്ട ഹോസ്പിറ്റലിൽ ആ ഡേറ്റാസ് കിട്ടും. ചുരുക്കത്തിൽ സർക്കാർ ആശുപത്രിയെല്ലാം ഒറ്റ ശൃംഖലയായി മാറിയിരിക്കുകയാണ്. ഇപ്പം പഴയ സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറയാൻ പറ്റത്തില്ല, ആ ഒരു ലെവലിലോട്ട് മാറിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചികിത്സയ്ക്ക് സ്ഥിരം വരുന്ന ഒരാളെന്ന് കരുതുക, ഒരു ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് ഞാൻ മലപ്പുറത്തോ കാസർഗോഡോ വെച്ച് പോകുമ്പോൾ എനിക്കൊരു പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടായി, അവിടെ ചെന്നാൽ ഈ റിപ്പോർട്ടെല്ലാം റിപ്പോർട്ട് കിട്ടും. നമുക്ക് മാത്രമല്ല, ഫാർമസിയിൽ നിന്ന് പ്രിൻറ്റഡ് റിപ്പോർട്ടായിട്ടാണ് കൊടുക്കുന്ന മരുന്നുകളുടെ പ്രിസ്ക്രിപ്ഷൻ പ്രിൻറ്റഡ് ആയിട്ട് തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് വേറൊരു സ്ഥലത്ത് കൂടി കാണിക്കാനും എളുപ്പമായിരിക്കും. അതൊരു വലിയ സംവിധാനം തന്നെയാണ് അല്ലേ? ഇപ്പോൾ സാധാരണക്കാർക്കൊക്കെ ഇത് സൂക്ഷിച്ച് വെച്ചില്ലേ പോലും അവരുടെ റെക്കോർഡ്സ് പ്രത്യേകിച്ച് ഒരു പരിധിവരെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും, റിക്കവർ ചെയ്യാൻ പറ്റും. ജീവിതശൈലി രോഗികളുടെയൊക്കെ പ്രത്യേകിച്ച് വളരെ ഇതല്ല, അവരുടെ മുൻകാല പ്രീവിയസ് ഹിസ്റ്ററി അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് വൈറ്റൽ സയൻസ് എൻ്റർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ട്രെൻഡ് വരെ അറിയാൻ പറ്റും. അതായത് കഴിഞ്ഞ മാസങ്ങളായിട്ടുള്ള അവരുടെ വൈറ്റൽ സയൻസ്, BP, ഹാർട്ട് റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഫ്ലക്ച്വേഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഓൾറെഡി ഫീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റ് സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റ് സൗകര്യങ്ങൾ ഇപ്പോൾ ഡ്രസ്സിങ് ഉണ്ട്, പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എമർജൻസി ആയിട്ട് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ECG റൂം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഫാർമസിയിലെന്ന് പറയുമ്പോഴത്തേക്കും കാരുണ്യ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള പല മെഡിസിൻസും, അതായത് സാധാരണ കിട്ടാത്ത പല അപൂർവ രോഗങ്ങളുടെയും മരുന്നുകൾ വരെ നമുക്ക് അതുവഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫാർമസിയാണ്. ഓൾമോസ്റ്റ് എല്ലാ മരുന്നുകളും, ആവശ്യമുള്ള മരുന്നുകളെല്ലാം കിട്ടുന്നുണ്ട്. ആൻറ്റിബയോട്ടിക് ആയാലും ഇഞ്ചക്ഷൻസ് ആയാലും എല്ലാം
ഇൻസുലിൻ കൊടുക്കുന്നുണ്ടോ? ഇൻസുലിൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻസുലിൻ വലിയ കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ ഇവിടെ സൗജന്യമായിട്ട് ആശുപത്രി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. മാസം തോറും ഇൻസുലിൻ ക്ലിനിക്കിൻ്റെ പാർട്ടായിട്ട് ആൾക്കാർ മേടിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ലാബ് സംവിധാനങ്ങളോട് ഉണ്ടോ? ലാബ് സംവിധാനമുണ്ട്. ബേസ് ലൈൻ ഇൻവെസ്റ്റിഗേഷൻസ് പ്ലസ് കുറച്ച് വൈറ്റമിൻ ഡി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് പുറത്ത് കൊടുത്ത് ചെയ്യുന്നുമുണ്ട്. പ്ലസ് ECG റൂമും അവൈലബിൾ ആണ്. എമർജൻസി മെഡിസിൻ ആയിട്ടുള്ള അഡ്രിനാലിനും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ലാബ് രാവിലെ എത്ര മണിക്ക് പ്രവർത്തനം? രാവിലെ ഒരു 8:30 ഒക്കെ ആകുമ്പോൾ ലാബ് 8:39 ആ ഒരു റേഞ്ചിൽ ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ലാബിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ? എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ പ്രമേഹമൊക്കെ നോക്കാൻ പ്രമേഹം നോക്കാനുള്ളതുണ്ട്. പ്രമേഹം മാത്രമല്ല, ഒരുവിധമുള്ള എല്ലാ രോഗങ്ങളും നോക്കാൻ പറ്റും. ലിവർ ഫംഗ്ഷൻ ആയാലും റീനൽ ആയാലും എല്ലാം ചെയ്യാൻ പറ്റും. ഇതൊക്കെ പുറത്ത് വലിയ തുകയാകുന്ന ചിലവാകുന്ന തുകയാവുന്നതാണ്. അത് വളരെ തുച്ഛമായ പൈസയ്ക്കാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. രോഗികൾ ചെയ്യുന്നുമുണ്ട്. എത്ര ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ? 3 ഡോക്ടേഴ്സുണ്ട്. 2 PSC പെർമനന്റ് ഡോക്ടേഴ്സും പിന്നെ പഞ്ചായത്ത് നിയമിച്ച ഒരു ഡോക്ടറും ഉണ്ട്. മറ്റൊരു കാര്യം, ഈ എന്തൊക്കെ സൗകര്യം ഇപ്പം നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ പോലും NQSലേക്ക് നാഷണൽ ക്വാളിറ്റി അഷുറൻസിലേക്ക് എത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? NQS നമ്മൾ 8 ഘടകങ്ങൾ നോക്കിയാണ് കൊടുക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് കൊടുക്കുന്ന സർവീസ്, ക്ലിനിക്കൽ കെയർ, പേഷ്യൻറ്റിൻ്റെ റൈറ്റ്സ് അല്ലെങ്കിൽ പ്രൈവസി മീൻ ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ട്, അങ്ങനെയുള്ള 8 ഘടകങ്ങൾ നോക്കിയിട്ടാണ്. അത് നമ്മുടെ ലാബ് തൊട്ടിട്ട് ഇങ്ങേറ്റത്തുള്ള എല്ലാ ആൾക്കാരുടെയും ഒരു കോർഡിനേഷനും അവരുടെ ഒരുമിച്ചുള്ള പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും താങ്ക് യു ഡോക്ടർ. താങ്ക് യു. നേഴ്സിംഗ് ഓഫീസർ ജിജി മേഡോടെ ചേരുന്നുണ്ട്. മേഡം, എന്താണ് ഈ കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കമ്പ്യൂട്ടറിലെ ഇഞ്ചക്ഷന് കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് വരുന്നത്. ഈ ഹെൽത്ത് സിസ്റ്റം വഴിയാണ് നമ്മുടെ എല്ലാ ഫങ്ഷൻസും ഇത് വഴിയാണ് നടത്തുന്നത്. പ്രതിരോധ കുത്തിവയ്പ്പിന് ഒരു മാസം എത്ര പേര് ഏകദേശം വരാറുണ്ട്? കഴിഞ്ഞ മാസം 76 പേരോളം വന്നിരുന്നു. കുത്തിവയ്പ്പ് മാത്രം. ഈ അടുത്ത പ്രദേശങ്ങളിലെ ആൾക്കാരല്ലേ? കൂടുതലും ഇവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെ വരുന്നത്. പിന്നെ പട്ടി കടിച്ചതിനുള്ള ഇഞ്ചക്ഷൻ, IDRV ഇഞ്ചക്ഷന് എടുക്കാനുണ്ട്. അല്ലാതുള്ള ജനറലായിട്ടുള്ള മെഡിസിൻസ് എല്ലാം എടുക്കുന്നുണ്ട്. എല്ലാ ഇഞ്ചക്ഷൻസും കൊടുക്കാറുണ്ട്. ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ആളുകൾക്ക് നല്ല രീതിയിലുള്ളൊരു അപ്രോച്ചാണ്. മാക്സിമം ഞങ്ങളുടെ എഫേർട്ട് ഞങ്ങൾ എന്താ പറയുക, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. IQSൻ്റെ ഇപ്പോൾ IQSന് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. സോറി, ഇപ്പോൾ ഒരു മിനിറ്റ്. ഇപ്പോൾ NQSൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. 96.88% ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടിയാണ് ഇത്രയും മാർക്ക് ഒപ്പിച്ചതില്ലേ? തീർച്ചയായിട്ടും എല്ലാ വിങ്ങിലുള്ള എല്ലാവരുടെയും ഒരു നല്ല കൂട്ടായ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ട്. പ്രത്യേകിച്ച് പബ്ലിക് ഹെൽത്ത് വിങ്, ജനറൽ വിങ്, ക്ലിനിക്കൽ, പാരാമെഡിക്കൽ, മറ്റേ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ, ആശാ വർക്കേഴ്സ്, പിന്നെ മെഡിക്കൽ ഓഫീസേഴ്സ്, എല്ലാ സ്റ്റാഫുകളും. പൂന്തോട്ടമൊക്കെ കണ്ട് പൂന്തോട്ടം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ചെയ്തതാണ്. പൂന്തോട്ടം, ഹെർബൽ ഗാർഡൻ ഉണ്ട്, വെജിറ്റബിൾ ഗാർഡൻ ഉണ്ട്, പൂന്തോട്ടമുണ്ട്, എല്ലാ സംവിധാനങ്ങളും. ഒരു കാര്യം പറഞ്ഞാൽ ഇടയ്ക്ക് കയറിയത്, അതായത് ഈ പാലിയേറ്റീവ് കെയർ, അത് എടുത്ത് പറയേണ്ടത് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? പാലിയേറ്റീവിൽ കെയർ, പാലിയേറ്റീവ് നേഴ്സുണ്ട്, വിസിറ്റ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് വണ്ടിയുണ്ട്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ നമ്മൾ അടൂർ GH അല്ലെങ്കിൽ പത്തനംതിട്ട GH റെഫർ ചെയ്യാറുണ്ട്. പിന്നെ ഡയപ്പറുകൾ, ഡയലൈസർ, എല്ലാ എക്യുപ്മെൻറ്റ്സ്, എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. എല്ലാം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇതുവരെയും വന്നിട്ടില്ല. ഒന്നിനും ഷോർട്ടേജ് ഇല്ല. മരുന്നുകളും അതോടൊപ്പം തന്നെ എല്ലാ മരുന്നും ഉണ്ട്. കാരുണ്യ ഗ്രാമം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് പഞ്ചായത്തിൻ്റെ ഇതായിട്ട് ഉണ്ട്. അതും നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പാലിയേറ്റീവ് രംഗത്തെ പ്രവർത്തനം, അതും ഈ കുടുംബാരോഗ്യ രംഗത്തെ കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യങ്ങൾ കൂടിയാണ്. നമുക്കിനിയും പഞ്ചായത്ത് പ്രസിഡന്റ് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് അറിയാൻ വേണ്ടി അതിലേക്ക് കിടക്കാം. ഏഴംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രമുള്ളത്. ഇപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മുടെ ചേരുകയാണ്. പ്രസിഡന്റ്, വലിയ നല്ല അഭിപ്രായമാണ് പൊതുവിൽ എല്ലാവർക്കും ഈ ആശുപത്രിയെ പറ്റിയുള്ളത്. നമസ്കാരം. നമ്മുടെ ഭരണസമിതി വന്ന് ഇപ്പം പിന്നിട്ട് ഇറങ്ങാൻ പോകുന്ന സാഹചര്യത്തിലും നമ്മളൊരു നാഷണൽ ലെവലിൽ NQS എന്ന് പറഞ്ഞൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എൻക്വയറിയും മൊത്തം പരിപാടികൾ ഇവിടെ നടത്തിയപ്പോഴും നമ്മൾ അതിൽ സംസ്ഥാനത്ത് തന്നെ, നമ്മുടെ ജില്ലയിൽ തന്നെ 1ാം സ്ഥാനം ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അതിനുപരി ഇപ്പം 4 വർഷവും ഞങ്ങൾ ആർദ്ര കേരള പുരസ്കാരം, അതുപോലെ നമ്മുടെ കേരഗ്രാമം, അപ്പോൾ അതിലെല്ലാം നമുക്ക് കേരഗ്രാമല്ല കായകൽപ്പത്തിലും നമുക്ക് 3ാം സ്ഥാനം ഉണ്ടായിരുന്നു നമ്മുടെ ജില്ലയിൽ, നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിന്. പിന്നെ ഞങ്ങളുടെ ഭരണസമിതി വന്നതിന് ശേഷം ഉണ്ടായ വികസനങ്ങളാണ് ഇവിടെ കാണുന്നതെല്ലാം. LDFിൻ്റെ തുടർച്ചയായുള്ള ഭരണസമിതി വന്നു. പിന്നെ പോരാങ്കിൽ അതിനുപരി നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി നമ്മുടെ ജില്ലക്കാരിയായതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ, നമ്മുടെ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിന് എന്ത് കാര്യം വന്നാലും
ഇങ്ങനെ പുരസ്കാരങ്ങളായാലും എന്ത് നേട്ടങ്ങൾ വന്നാലും നമുക്കത് മേടിച്ച് തരാൻ പുള്ളിക്കാരി നല്ല രീതിയിൽ നമ്മളോട് കെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡോക്ടർ, നമുക്കറിയാം 3 ഡോക്ടർമാരുണ്ടായിരുന്നു, ഇപ്പം 2 പേരുണ്ട്, ഒരാൾ ട്രെയിനിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്താ വെച്ചാൽ കറക്റ്റ് 9:30 അവരോട് വന്ന് കൃത്യമായിട്ട് തന്നെ അവരെ രോഗികളോട് ഇടപെടേണ്ട രീതിയിൽ തന്നെ ടോക്കൺ സംവിധാനം ഉൾപ്പെടെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടെങ്കിൽ ആരെങ്കിലും സീരിയസ് ആയിട്ട് വരുന്നവരെ മാത്രമേ ഉള്ളൂ കെയർ ചെയ്യാൻ അവരെ എണ്ണിക്കുന്നത്. അതുകൊണ്ട് 1 മണി 2 മണി വരെ OP ഉണ്ട്. ആർദ്ര കേരള പുരസ്കാരം കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 4 മണി വരെ ഒരു ഡോക്ടറെ അനുവദിച്ച് തന്നിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കുന്ന ആളോട് ചേരുകയാണ്. മാഡം, ഈ നമ്മുടെ ആശുപത്രിക്കൊക്കെ എങ്ങനെയുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പിന്തുണ എങ്ങനെയുണ്ട്? ഇപ്പോൾ നമ്മൾ ഈ പഞ്ചായത്തിലെ ഒരു മന്ത്രി എന്ന് പറയും, ആരോഗ്യവകുപ്പിൻ്റെ എന്ന് പറയും എന്ന രീതിയിലാണല്ലോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുമ്പോൾ, ചെയർപേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മന്ത്രിയുടെ ഒരു പിന്തുണ എങ്ങനെയുണ്ട് ആശുപത്രിക്ക്? നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുള്ള പുരോഗതിയുടെ ഭാഗമായിട്ടാണല്ലോ നമുക്കിവിടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയതൊക്കെ. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നല്ല പങ്കാണ്, നമ്മുടെ മന്ത്രിയുടെ നല്ല പങ്കാണ് നമുക്ക് ഈ മേഖലയിലുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പഞ്ചായത്ത് ഏതൊക്കെ പദ്ധതികൾ വെക്കണമെന്ന് നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ സംസ്ഥാന തലങ്ങളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പദ്ധതി വെക്കുകയും അതിലൊക്കെ ഉപരിയായി നമ്മൾ ഉത്തരവാദിത്വത്തോടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഒരു മെഡിക്കൽ ഓഫീസർ, നമ്മൾ ഇംപ്ലിമെൻ്റ് ഉദ്യോഗസ്ഥ, അതേപോലെ തന്നെ HI, അതിനോടനുബന്ധിച്ചുള്ള ഇവിടുത്തെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ, പഞ്ചായത്തിൽ 20 വാർഡാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. 20 മെമ്പർമാരും നമ്മൾ വെക്കുന്ന ഏത് ഫണ്ടുകളും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെക്കുന്ന ഫണ്ടുകൾ സപ്പോർട്ടുകളാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ആർദ്ര പുരസ്കാരം 2ാം സ്ഥാനം കിട്ടി. ഇപ്രാവശ്യം അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. നമ്മുടെ NQS കിട്ടി. അങ്ങനെ 120 പേഷ്യൻ്റ് വരെ ദിവസങ്ങൾ ഇവിടെ ഉണ്ടാകും. തീർച്ചയായിട്ടും മികച്ച ഒരു ആശുപത്രി. നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഈ ആശുപത്രിക്ക് ലഭിച്ച ദേശീയ അംഗീകാരം അത് ആളുകൾ എന്തു പറയുന്നതെന്ന് പരിശോധിക്കാനാണ്. ഇപ്പോൾ നമുക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് മികച്ച നിലവാരമാണ് ആശുപത്രിക്കുള്ള. കേരളം എങ്ങനെയെന്ന് പഠിക്കേണ്ടവർ ഇത്തരം കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കൂടി സന്ദർശിക്കേണ്ടതാണ്. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിത് ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.